നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പെ വിരമിച്ചു. 41-ാം വയസ്സിലാണ് അദ്ദേഹം ബൂട്ടഴിച്ചിരിക്കുന്നത്. പോർച്ചുഗീസ് ദേശീയ ടീമിനു വേണ്ടി നീണ്ടകാലം പന്ത് തട്ടിയിട്ട് വിരമിക്കുന്ന പെപ്പെ യഥാർത്ഥത്തിൽ ജനിച്ചതും വളർന്നതുമൊക്കെ ബ്രസീലിലായിരുന്നു. ബ്രസീലിലെ വടക്ക് കിഴക്കൻ മേഖലയിൽ അലഗാവോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ മെസിയോയിൽ ജനിച്ച പെപ്പെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെപ്ലർ ലാവറൻ ഡി ലിമ ഫെരീര എന്നാണ്. അദ്ദേഹം എങ്ങനെയാണ് പോർച്ചുഗലിൻ്റെ പ്രിയപ്പെട്ടവനായത്? വെറും $5 യൂറോക്ക് സമാനമായ തുകയും കൊണ്ട് പോർച്ചുഗലിൽ 17-ാം വയസ്സിൽ വന്നിറങ്ങി അമ്മക്ക് കോൾ ചെയ്യണോ അതല്ല ഭക്ഷണം കഴിക്കണോ എന്ന് പോലും അറിയാതെ, കാരണം അത്ര ചെറിയ തുകയേ കയ്യിലുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് എങ്ങനെ പോർച്ചുഗലിൻ്റെ ലെജൻഡായിട്ട് മാറി? അതിന് പുറകിലൊരു കഥയുണ്ട്. ആ കഥ പറയാം. കെപ്ലർ ലാവൻ യഥാർത്ഥത്തിൽ ബ്രസീലുകാർക്ക് നമ്മളങ്ങനെ കേൾക്കാത്തൊരു പേരാണത്. അതാണ് പെപ്പയുടെ ആദ്യ പേര്, കെപ്ലർ ലാവൻ ഡി ലിമ ഫെരീര. ഈ പേര് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇടുന്നത് തൻ്റെ മകൻ ഒരു സയൻറ്റിസ്റ്റ് ആക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അക്കാലത്ത് പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 പേരുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് കെപ്ലർ ലാവൻ എന്നുള്ള പേര് തൻ്റെ മകനിടുന്നത്. യഥാർത്ഥത്തിൽ പെപ്പെ ഈ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങൾ അതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ഫുട്ബോളിലാണ് കുട്ടിക്കാലത്ത് മുതലേ തൻ്റെ ഇഷ്ടവും ആവേശവും ഒക്കെ കാണിച്ചത്. ഇനിയിപ്പോൾ ഒരു ഫുട്ബോളർ ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമതൊരു ജോലിയും അവൻ കണ്ടുവച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഒരു വണ്ടി എടുക്കുക, ടാക്സി ഡ്രൈവറായിട്ട് മാറുക. അതിനും പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് സപ്പോർട്ടായിരുന്നു. തൻ്റെ മകൻ്റെ എന്താഗ്രഹത്തിനും സപ്പോർട്ട് നിൽക്കാൻ ആ പിതാവ് തയ്യാറായിരുന്നു. കുഞ്ഞു പെപ്പെ തെരുവിൽ കളി തുടങ്ങി. തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അവൻ ആവേശത്തോടു കൂടി പന്ത് തട്ടി. ചെറിയ പ്രായത്തിലെ അവൻ തൻ്റെ കളിമികവ് കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ മേഖലയിലെ പ്രൊഫഷണൽ ക്ലബ്ബായിട്ടുള്ള അലഗാവോസ് കൊറിന്ത്യൻസിലേക്ക് അവൻ എത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വെച്ചാണ് പ്രൊഫഷണൽ ഫുട്ബോൾ ആരംഭിക്കുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ തെരുവിൽ പന്ത് തട്ടി മികച്ച കളിക്കാരനാവും എന്നുള്ള ഒരു പ്രതീക്ഷ ആ നാട്ടുകാർക്ക് അവൻ കൊടുത്തിരുന്നു. ചെറിയ പ്രായത്തിൽ അവന് ട്രോഫികൾ ലഭിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇന്നും ലഭ്യമാണ്. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ പോർച്ചുഗലിലേക്ക് അവൻ കൂടുമാറുന്നു. പോർച്ചുഗലിലെ മാർട്ടിമോ FC-യിലേക്ക് 17-ാമത്തെ വയസ്സിൽ അവൻ പറക്കുകയാണ്. 2001-ലാണ് മാർട്ടിമോ B ക്ലബിന് വേണ്ടി കളിക്കുന്നതിനായിട്ട് പെപ്പെ പോർച്ചുഗലിലേക്ക് എത്തുന്നത്. 17 വയസ്സാണ് അപ്പോൾ താരത്തിന് പ്രായമുള്ളത്. അമ്മയോട് വളരെ അടുപ്പമായിരുന്നു പെപ്പയ്ക്ക്. പെപ്പെ തന്നെ പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട്. അവിടം വിട്ട് പോരുന്നത് വരെ, ബ്രസീൽ വിട്ട് പോർച്ചുഗലിലേക്ക് പോരുന്നത് വരെ ഞാൻ കിടന്നുറങ്ങിയിരുന്ന അമ്മയുടെ കൂടെയായിരുന്നു എന്ന്. അങ്ങനെയുള്ള പെപ്പെ പോർച്ചുഗലിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കയ്യിലാകെയുള്ളത് ഇന്ന് €5 സമാനമായിട്ടുള്ളൊരു തുകയാണ്. അവൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസാണ്. ഒന്ന്, വീട്ടിലേക്ക് വിളിക്കണം, അമ്മയോട് വിളിച്ച് ഞാൻ ഓക്കെയാണ്, ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയണം. ഒപ്പം ഭക്ഷണവും കഴിക്കണം. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കാത്തു നിൽക്കുന്ന, അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നൊരു സമയം. ഒടുവിൽ അവൻ തീരുമാനിച്ചു, വീട്ടിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അമ്മയാകെ സങ്കടപ്പെടും. വീട്ടിലേക്ക് വിളിച്ചു. പണം തീർന്നു. അവന് പോർച്ചുഗലിൻ്റെ മെയിൻ ലാൻഡിൽ നിന്ന് മെദീര ഐലൻഡിലേക്ക് പറക്കണം. അവിടെയാണ് മാരിറ്റിമോ ക്ലബ്ബ് ഉള്ളത്. അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ കയ്യിലുണ്ട്. 6 മണിക്ക് പോർച്ചുഗലിൽ ലാൻഡ് ചെയ്തതാണ്. ഇനി മെദീരയിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റ് വരുന്നത്, അതിൻ്റെ സമയം രാത്രി 11 മണിയാണ്. അത്രയും സമയം അവിടെ ചിലവഴിക്കണം. ഭക്ഷണം കഴിക്കാൻ ചില്ലി ക്യാഷ് പോലും കയ്യിലില്ല. ആ ഘട്ടത്തിൽ എയർപോർട്ടിൽ തന്നെയുള്ള ഒരു കഫേയുടെ അരികിലേക്ക് അവൻ പോയി ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, പക്ഷെ കൊടുക്കാൻ പണമില്ല. സംഗതി മനസ്സിലാക്കിയ ഷോപ്പ് കീപ്പർ അവൻ്റെ മുന്നിലേക്ക് കുറച്ച് സാൻഡ്വിച്ചുകളുമായി വന്നു. ആ ഭക്ഷണം കഴിച്ചവൻ വിശപ്പടക്കി. ആ നിമിഷം താൻ തീരുമാനിച്ചതാണ്, എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരെ ഞാൻ സഹായിക്കും. പെപ്പെ പിന്നീട് പറയുകയാണ്, അപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, എൻ്റെ ജീവിതത്തിൽ ഇനി ബുദ്ധിമുട്ടുന്നവരെ കണ്ടാൽ ഞാൻ അവരെ സഹായിച്ചിരിക്കും. അതുപോലെ പോർച്ചുഗലാണ് എൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷൻ, പോർച്ചുഗലിന് വേണ്ടിയായിരിക്കും ഇനി ഞാൻ ജീവിക്കുക എന്ന് തീരുമാനിച്ചതും ആ നിമിഷത്തിലാണ് എന്നാണ് പെപ്പെ പറയുന്നത്. പിന്നീടുണ്ടായത് എല്ലാവർക്കും അറിയാം. മാരിറ്റിമോ ക്ലബിൻ്റെ B ടീമിൽ നിന്ന് അവൻ A ടീമിലേക്ക് എത്തുന്നു. സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്നു. പിന്നെ പോർട്ടോയിലേക്ക് എത്തുന്നു. അവിടുന്ന് റയലിലേക്ക് എത്തുന്നു. സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിന് വേണ്ടി 140-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചു.
2 അന്താരാഷ്ട്ര കിരീടങ്ങൾ പോർച്ചുഗലിനൊപ്പം ചൂടി, നിരവധി കിരീടങ്ങൾ ക്ലബ് തലത്തിൽ ചൂടിയിട്ടാണ് ആ പെപ്പെ ഇന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രസീലിൽ നിന്ന് വെറും 5 യൂറോയുമായിട്ട് ലാൻഡ് ചെയ്ത പെപ്പെ ഇന്ന് പോർച്ചുഗീസ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് കീഴടക്കിയിട്ടാണ് കൂട്ടഴിക്കുന്നത്.